മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. യുദ്ധങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു എന്ന മട്ടിലേക്ക് എത്തിയ സ്ഥിതിക്ക് മാർക്കറ്റുകളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ബ്രണ്ട് ക്രൂഡ് ഓയിലിൻ്റെ വില $4 താഴെ പോയി. ഇനി മറ്റ് കാര്യങ്ങളിൽ ബാങ്കിങ് സെക്ടറുടെ കാര്യത്തിൽ യെസ് ബാങ്കിൻ്റെ ഭാവി എന്താണെന്നുള്ളത് ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് 2026 ജൂൺ മാസം 15-ാം തീയതിയാണ്. നമ്മളിന്ന് സംസാരിക്കുമ്പം യെസ് ബാങ്ക് മിക്കപ്പോഴും ഇനി നല്ല ഹൈപ്പിലേക്ക് പോകുമെന്ന് പലരും പറഞ്ഞു വെക്കുന്നു. അത് ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത് അനലിസ്റ്റല്ല, കാര്യങ്ങളായിട്ട് നമ്മൾക്ക് എന്താണ് ഈ യെസ് ബാങ്കിൽ വരാനിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. താല്പര്യമുള്ളവർ കൂടുക. നമുക്ക് വിഷയത്തിലേക്ക് സംസാരിക്കാം. യെസ് ബാങ്ക് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ള $23.89 അഥവാ പ്ലസ് പോയിൻ്റായിട്ട് 11 പോയിൻറ്റുകളാണ് നേടിയിട്ടുള്ളത്. ശതമാനക്കണക്ക് പറയുകയാണെങ്കിൽ 0.46% ഹൈയിലേക്ക് പോയിട്ടുള്ളത്. അതേപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ടുഡേ ലോ വന്നിട്ടുള്ളത് $23.45 വരെ, എന്നാൽ ടുഡേ ഹൈ പോയിട്ടുള്ളത് $24.45 വരെ. ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. ഇൻട്രാഡേ ചെയ്ത ആളുകൾക്ക് വളരെ വലിയ ഹൂജി ഫണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷേ അതങ്ങനെ പെട്ടെന്നൊരു പിക്കപ്പ് ചെയ്യാൻ കഴിയാത്ത ഒരു സംഭവം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബിഗിനേഴ്സിനോടാണ് പറയുന്നത്, വാങ്ങിച്ചു കഴിഞ്ഞാൽ താഴേക്ക് പോകും, പിന്നെ ആകെ വെറീഡാവും. കുറേ എണ്ണം നമ്മളെ കയ്യിലുണ്ടാകുമ്പം വളരെ പെട്ടെന്ന് വെറീഡാകുന്ന രീതി ഉള്ളവർ ഇങ്ങനെ ഇൻട്രാഡേക്ക് നിൽക്കാതിരിക്കലാണ് നല്ലത്. നല്ല മനക്കട്ടിയുള്ള ആളുകൾക്ക് നല്ലൊരു എമൗണ്ട് ഈ ഒരു രൂപ വ്യത്യാസത്തിൽ നിന്ന് ഈ യെസ് ബാങ്കിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. 52 വീക്ക് ലോ വന്നിട്ടുള്ളത് $17.20. 52 ഹൈ പോയിട്ടുള്ളത് $24.49. ഇതിൻ്റെ ഒരു ഫിഗറിൽ ഒരു വ്യത്യസ്തത കൂടിയുണ്ട്. ഇന്നാണ് $24.49 ഹിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പലരും ഇനി ഒരു ജൈത്രയാത്ര യെസ് ബാങ്കിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 74,605 കോടി രൂപയാണ്. പി ഇ റേഷ്യോ TTM ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 21.22, PB റേഷ്യോ 1.46, ഇൻഡസ്ട്രി PE റേഷ്യോ 13.01, ഡെപ്റ്റ് ടു ഇക്വിറ്റി നോട്ട് ആപ്ലിക്കബിൾ ആണ്. അതേപോലെ തന്നെ ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്ന അതിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ $6.86% ആണ്. നമ്മൾ കൊടുക്കുന്ന ഒരു രൂപയ്ക്ക് എത്ര ശതമാനം ഇങ്ങോട്ട് കിട്ടുന്നു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. EPS TTM ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 1.12, ഡിവിഡൻഡ് ഈൽഡ് 0 ആണ്. ബുക്ക് വാല്യൂ വരുന്നത് 16.30, ഫേസ് വാല്യൂ ₹2 കാണിക്കുന്നത്. ഫിനാൻസ് സൈഡ് പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ച രൂപം ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടാണെങ്കിൽ 2025 വലിയൊരു മാറ്റങ്ങളൊന്നും ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്നതാണ് വലിയ ഒരു പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം. ഏതായിരുന്നാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ഇതിൽ വ്യക്തത വരുന്ന ഒരു പ്രധാനപ്പെട്ടത് നമ്മളെപ്പോഴും കരുതുന്നത് പോലെ വലിയൊരു എമൗണ്ടിലേക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ 2025-26 ജൂൺ മാസം, സെപ്റ്റംബർ മാസം, അതേപോലെ തന്നെ മാർച്ച് വരെയുള്ള ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ്സേ കാണുന്നുള്ളൂ. 2025 മാർച്ചിലാണെങ്കിൽ 2500